സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുരാധ എഴുതിയ സ്വയം, അധ്യായം 28. തുളസി പുറമെ വെറുപ്പും പരിഹാസവുമൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അയാളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നോടുള്ള ആരാധനാഭാവം ഒളിഞ്ഞുകിടന്നിരുന്നു എന്നാണിപ്പോൾ എനിക്ക് തോന്നുന്നത്. മറ്റാരും നിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്നതും അയാൾക്ക് സഹിക്കാനായിരുന്നില്ല. അതിൻ്റെ റിയാക്ഷനായിരുന്നു അയാളുടെ വിദ്വേഷം നിറഞ്ഞ പെരുമാറ്റം. വലിയ മനഃശാസ്ത്ര വിദഗ്ധയെപ്പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തുളസിയുടെ കണ്ണുകൾ 2 നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിന്നിരുന്നു. ഉമ്മിയുടെ നിരീക്ഷണം 100% ശരിയാണെന്ന് കടന്നു വന്ന ദിവസങ്ങൾ തെളിയിച്ചു. വളരെയേറെ സങ്കോചത്തോടെയെങ്കിലും വെങ്കടേഷ് സ്വന്തം മനസ്സിലെ ആഗ്രഹങ്ങൾ തുളസി അറിയിച്ചു. പണ്ടത്തെ പ്രഭാവമൊന്നുമില്ലെങ്കിലും വെങ്കടേഷിൻ്റെ മാതാപിതാക്കൾക്ക് യാഥാസ്ഥിതികരാണ്. ആ സ്ഥിതിക്ക് തുളസിയെപ്പോലുള്ള ഒരു പെൺകുട്ടിയെ മരുമകളായി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ലെങ്കിലോ എന്നൊരാശങ്കയുണ്ടായിരുന്നു തുളസിക്ക്. പക്ഷേ അവർക്ക് ഈ ബന്ധം 100 വട്ടം സമ്മതമാണെന്നായിരുന്നു വെങ്കടേഷ് അറിയിച്ചത്. വെങ്കടേഷിൻ്റെ അച്ഛനമ്മമാർ തുളസിയെ കാണാൻ വന്നതിന് ശേഷമുള്ള ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ തുളസിയുടെയും വെങ്കടേഷിൻ്റെയും വിവാഹം നിശ്ചയിക്കപ്പെട്ടു. തീർച്ചയായും കല്യാണത്തിന് പങ്കുകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുളസിയുടെ അമ്മ വാണിക്ക് കത്തയച്ചിരുന്നു. മകൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും എല്ലാം ഭേദമായെങ്കിലും ഉടനെ ഒരു ദീർഘയാത്ര ഒഴിവാക്കുകയാണ് നല്ലതെന്നും ഡോക്ടർ ഉപദേശിച്ചതുകൊണ്ട് കല്യാണത്തിന് വരുവാൻ കഴിയില്ല എന്നും വാണിയുടെ മറുപടി വന്നു. കത്തിനൊപ്പം തുളസിക്ക് ചെറിയൊരു സമ്മാനവും ഉണ്ടായിരുന്നു. വിവാഹം ലളിതമായൊരു ചടങ്ങിൽ ഒതുക്കാനാണ് തുളസിയും വെങ്കടേഷും ആഗ്രഹിച്ചത്. അധ്യായം 29. കടയിലന്ന് പതിവിലുമധികം തിരക്കുള്ള ദിവസമായിരുന്നു. പുറത്ത് കത്തി നിൽക്കുന്ന വെയിൽ. കടയ്ക്കകത്ത് ധാരാളം ഫാനുകൾ കറങ്ങുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ചൂടിനെ ചെറുത്തു നിൽക്കാൻ അവയ്ക്കാവുമായിരുന്നില്ല. മുൻവശത്തെ ഹാളിലെ ഷെൽഫുകളിലാണ് ചെരുപ്പുകളുടെ വൻ ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അകത്തെ ചെറിയ ഹാളിലെ ഹാങ്ങറുകളിൽ ഹാൻഡ് ബാഗുകളും ഷോൾഡർ ബാഗുകളും, ബാൽക്കണിയിലെ ഷെൽഫുകളിൽ വില കൂടിയ ഇനം ഷൂസുകൾ. ഉമ്മയ്ക്കന്ന് പലവട്ടം ബാൽക്കണിയിലേക്ക് പോകേണ്ടി വന്നു. കടയിലുള്ള മറ്റു 2 ജോലിക്കാരും താഴത്തെ നിലയിൽ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ വില കൂടുതലുള്ള ഷൂസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എത്തിയാലുടനെ മുതലാളി ഉമ്മയെ അവരോടൊപ്പം അയക്കും. ഉച്ചയായപ്പോഴേക്കും കോണി കയറിയും ഇറങ്ങിയും വല്ലാതെ തളർന്നു. ശരീരം ആകെ വിയർപ്പിൽ മുങ്ങി. ഒരു കച്ചവടം ഉറപ്പിച്ച് ഷൂസ് പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് നൽകാൻ ചുവട്ടിലേക്ക് വന്നപ്പോഴേക്കും മുതലാളിയുടെ നിർദ്ദേശം വീണ്ടും. കുട്ടി, ഇദ്ദേഹത്തിന് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കൂ. ഇത്തവണ കസ്റ്റമർ മധ്യവയസ്സ് പിന്നിട്ട ഒരു മാന്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 വയസ്സ് തോന്നിക്കുന്ന ഒരു മിടുക്കി പെൺകുട്ടിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് കൽപ്പനയും ശിരസ വഹിക്കാൻ തയ്യാറായിട്ടെന്ന പോലെ മുതലാളി വിനയാന്വിതനായി നിൽക്കുന്നത് കണ്ടപ്പോൾ വന്നിരിക്കുന്ന ആൾ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലായി. ഏതോ വലിയ ധനവാൻ രാഷ്ട്രീയ നേതാവാണെന്ന് തോന്നിയില്ല. അന്തസ്സും ആർഭാടവും ഒത്തിണങ്ങിയ അയാളുടെ വേഷം ഒരു ബിസിനസ്സുകാരൻ്റേതാണ്. ഇളം നിറത്തിലുള്ള സഫാരി, തലമുടി ചീകി ഒതുക്കി വെച്ചിരിക്കുന്നു. സ്റ്റൈലൻ ഫ്രഞ്ച് ബിയേർഡ്, ചുണ്ടിൽ പുകയുന്ന പൈപ്പ്, ഒരു VIP-യുടെ എല്ലാ ലക്ഷണവുമുണ്ട്. പെൺകുട്ടിക്കിണങ്ങുന്ന ഷൂ വാങ്ങാൻ എത്തിയതാണ്. തിരഞ്ഞെടുക്കാൻ അധിക സമയമെടുത്തില്ല. അദ്ദേഹത്തിന് വില ഒരു പ്രശ്നമേ അല്ലെന്ന് തോന്നി. സെലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും മുതലാളിയും എത്തി. ബാൽക്കണിയുടെ ഒരു മൂലയിലിട്ടിരിക്കുന്ന ഒരു സോഫയിലേക്ക് ക്ഷണിച്ചിരുത്തി. മുതലാളി എന്തോ കുശലാന്വേഷണമൊക്കെ നടത്തുന്നത് കണ്ടു. സൽക്കരിക്കാൻ ശീതളപാനീയവും എത്തിക്കഴിഞ്ഞു. പുതിയ കസ്റ്റമേഴ്സ് എത്തിയത് കൊണ്ട് ഉമ്മ അവരുടെ സമീപത്തേക്ക് നടന്നു. ചെറുപ്പക്കാരുടെ ഒരു 3 സംഘമാണ് പുതിയ ആഗതർ. അവരിൽ ഒരാൾക്ക് ഷൂസ് വേണം. സെലക്ഷനിൽ സഹായിക്കുകയാണ് മറ്റു 2 പേരുടെയും ഉദ്ദേശം. എങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും ചിരിയുമൊക്കെ തികച്ചും അരോചകമായി തോന്നി. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവരെന്തോ പ്രത്യേക സുഖം കണ്ടെത്തുന്നത് പോലെ. ഷൂസുകൾ പെട്ടികളിൽ നിന്ന് പുറത്തെത്തിക്കൊണ്ടിരുന്നു. സ്റ്റോക്കിൻ്റെ നല്ലൊരു ഭാഗം അവർക്ക് മുന്നിൽ നിരന്നു കഴിഞ്ഞു. ഷൂ കാലിട്ട് കൊടുക്കേണ്ട ചുമതല അവിടുത്തെ ജോലിക്കാരായ തനിക്കാണെന്ന മട്ടിൽ ഷൂ സ്റ്റാൻഡിൽ പാദങ്ങൾ കയറ്റിവെച്ച് ഗമയിൽ രാജാപ്പാട്ട് ചമഞ്ഞിരിക്കുകയാണ് അയാൾ. കൃത്യനിർവഹണത്തിൽ മടി തോന്നിയില്ല. അതൊക്കെ ഒരു ജോലിയുടെ ഭാഗമാണല്ലോ. പക്ഷേ ദ്വയാർത്ഥത്തിലുള്ള അവരുടെ സംസാര ശൈലി അഭിമാനക്ഷതമുണ്ടാക്കി. എങ്കിലും നിസ്സംഗത പാലിച്ചു. സോഫയിലിട്ടിരിക്കുന്ന മാന്യൻ്റെ നോട്ടം ഇടയ്ക്കിടെ ഇങ്ങോട്ട് പാറി വീഴുന്നുണ്ട്. കുനിഞ്ഞിരുന്ന് 11ാമത്തെയോ മറ്റോ ഷൂ കാലിലിട്ട് കൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായിരുന്നു അയാളുടെ നീക്കം.
നെഞ്ചിനു നേരെ അടുക്കുന്ന അയാളുടെ വിരലുകളെ ഒഴിവാക്കാനായില്ല. ഒരു നിമിഷം ആ സ്പർശനത്തിൻ്റെ നടുക്കത്തിൽ ശരീരം പൊളഞ്ഞുപോയി. തല നിവർത്തി നോക്കിയപ്പോൾ നോട്ടമിടഞ്ഞു. അയാളുടെ കണ്ണുകളിൽ എന്തോ നിർവൃതിയുടെ തിളക്കം. കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിമിർപ്പ്. 3 പേരും അടക്കിച്ചിരിക്കുന്നു. അപമാനഭാരം കൊണ്ട് മനസ്സ് നീറിപ്പുകയായിരുന്നു. സഹനശക്തിയുടെ കടിഞ്ഞാൻ കൈവിട്ട് പോയത് താൻ പോലും അറിഞ്ഞില്ല എന്നതാണ് സത്യം. കൈപ്പത്തി ഊക്കോടെ രാജാപ്പാട്ടിൻ്റെ കവളിൽ പതിഞ്ഞു. അയാളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം ഉയർന്നു. മാന്യനും പെൺകുട്ടിയും അപ്പോഴും അവിടെ തന്നെയുണ്ട്. പെൺകുട്ടിയുടെ പകച്ചുനോട്ടത്തിൽ ഭയത്തിൻ്റെ ലാഞ്ചന. മുതലാളിയെ അവിടെ കണ്ടില്ല. മൂവർ സംഘത്തിൻ്റെ മുഖങ്ങളിൽ ഒരു തുള്ളി ചോര പോലുമില്ല. ശബ്ദം കേട്ട് മുതലാളി ധൃതിയിൽ പടി കയറി മുകളിലേക്ക് വരുന്നത് കണ്ടു. ഷൂസും കയ്യിലേന്തി നിൽക്കുന്ന ഉമയുടെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുതലാളിയെ കണ്ടപ്പോൾ മൂവർ സംഘം അയാളുടെ നേരെ തിരിഞ്ഞു. കടയിൽ ജോലിക്കാരെ മര്യാദയ്ക്ക് നിർത്തണം. എവിടെ കിടന്ന അലവലാതിയായി ഇവള്? പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ഈ കട ഞങ്ങൾ പൊക്കും, ഒരുത്തൻ വെല്ലുവിളിച്ചു. ചെയ്ത തെറ്റ് മറച്ചു പിടിക്കാനുള്ള അവരുടെ ഒറ്റക്കെട്ടായ ശ്രമം കൂടുതൽ അമർഷവും വെറുപ്പും ജനിപ്പിച്ചു. മുതലാളിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു കഴിഞ്ഞിരുന്നു. വിക്കി വിക്കി മുതലാളി ചോദിച്ചു, എന്താ ഉണ്ടായതോ? ഇവൻ്റെ ചെകിടത്തടിച്ചു. എന്തിനാണെന്ന് താൻ അവളോട് ചോദിക്ക്. ശരിയാണോ? മുതലാളിയുടെ സ്വരം പരുഷമായിരുന്നു. ഇയാളെന്നെ. കുറ്റബോധം ഒട്ടുമുണ്ടായിരുന്നില്ലെങ്കിലും ഉമയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. നടന്ന സംഭവത്തെക്കുറിച്ച് പറയാൻ പോലും വെറുപ്പ് തോന്നുന്നു. പറ, എന്തിനാ അടിച്ചത്? മുതലാളിയുടെ ചോദ്യത്തിന് ചാട്ടുള്ളിയുടെ മൂർച്ചയുണ്ടായിരുന്നു. ഞാൻ പറയാം. ഇവൾ എൻ്റെ കാലിൽ ഷൂസ് ഇട്ട് തരുമ്പോൾ എൻ്റെ കാല് അറിയാതെ അവളുടെ നെഞ്ചിലൊന്ന് മുട്ടിപ്പോയി. രാജാപ്പാട്ടിൻ്റെ സ്വരത്തിൽ കുറ്റബോധം ഒട്ടുമില്ലായിരുന്നു. ഇത്ര ശീലാവതിയാണെങ്കിൽ എന്തിനാ ഈ പണിക്കിറങ്ങിയത്? മൂവർ സംഘത്തിലെ രണ്ടാമൻ്റെ ചോദ്യം. ഒന്ന് തൊട്ടാലെന്താ, ഉരുകി പോകത്തൊന്നുമില്ലല്ലോ എന്ന് മൂന്നാമൻ. ഷൂസ് അപ്പോഴും കയ്യിലിരുന്ന് വിറച്ചു. അവന്മാരുടെ കവിളത്ത് ഓരോ പ്രഹരം കൂടി ഏൽപ്പിച്ചാലെന്ന് ഓർത്തുപോയി. സത്യം വളച്ചൊടിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നീചന്മാർ. എല്ലാം മനഃപൂർവ്വമായിരുന്നെന്ന് തനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ വാ, ഞാൻ പറയട്ടെ. ഇവളെ ഇപ്പോഴിവിടെ നിറക്കി വിട്ടേക്കാം. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി കടയ്ക്ക് പേരുദോഷം വരുത്തല്ലേ. മുതലാളി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയൊരു വിശദീകരണത്തിന് ശ്രമിച്ചിട്ട് പ്രയോജനമില്ലെന്ന് ഉമയ്ക്ക് മനസ്സിലായി. അവരുടെ ലജ്ജാവഹമായ പെരുമാറ്റം അത്ര ഗുരുതരമായൊരു തെറ്റായി മുതലാളിയും കണക്കാക്കുവാൻ പോകുന്നില്ല. മുതലാളി അവരെ വിളിച്ചുകൊണ്ട് താഴേക്കിറങ്ങി പോകുന്നത് കണ്ടു. മാന്യനും കൊച്ചുമകളും എപ്പോഴോ സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുതലാളി കോപം കൊണ്ട് ചുവന്ന മുഖവുമായി വീണ്ടും എത്തി. തൊലി വെളുപ്പുണ്ടെന്ന് വെച്ച് ആരോടും എന്തുമാകാമെന്നാണോ? ഞാനൊന്നും പറയുന്നില്ല. വീണ്ടും കുറ്റാരോപണത്തിനുള്ള ശ്രമമാണ്. നിസ്സംഗതയോടെ എല്ലാം കേട്ടു നിന്നു. ചെയ്യാത്ത കുറ്റത്തിന് പഴി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ജീവിതത്തിൽ ഇതാദ്യമല്ലല്ലോ. കടയിൽ നിന്ന് പിരിച്ചുവിടാമെന്നുള്ള ഭീഷണിയാകാം അടുത്ത്. ഇനി ഈ ജോലിയിൽ തുടരണമെന്ന് തനിക്കോ ആഗ്രഹമില്ല. കടയിൽ നിന്നിറങ്ങാൻ തുടരുമ്പോൾ മറ്റ് 2 ജോലിക്കാരും അടുത്തെത്തി. എന്താ ചേച്ചി ഉണ്ടായത്? അവരുടെ കണ്ണുകളിൽ സഹതാപം. ഒന്നുമില്ല, ഞാൻ പോകുന്നു. ഉമ കടയിൽ നിന്നിറങ്ങി നടന്നു. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നാണ് വീട്ടിലെത്തിയത്. വന്ദനയുടെ കൊഞ്ചലും ചിരിയും കണ്ടപ്പോൾ മനസ്സിലെ പിരിമുറുക്കത്തിന് അല്പം അയവ് കിട്ടി. പക്ഷേ നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് പിടഞ്ഞു. തൻ്റെ മോൾ വളരുകയാണ്, ഒപ്പം അവരുടെ ആവശ്യങ്ങളും. ഈ ഘട്ടത്തിലുണ്ടായിരുന്ന ജോലി കൂടി ഉപേക്ഷിക്കേണ്ടി വന്നാൽ എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി തരണം ചെയ്തേ മതിയാകൂ. വീണ്ടും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തനിക്കാവില്ല. വേറൊരു ജോലി കിട്ടുന്നതുവരെ തുളസിക്കൊരു ഭാരമായി തുടരേണ്ടി വരും. അതോർക്കുമ്പോഴാണ് വിഷമം. അന്ന് കടയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തുളസി അനുതാപത്തോടെ പറഞ്ഞു, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ആ ജോലി നിനക്ക് ചേർന്നതല്ലെന്ന്. ആ കടയും അവിടുത്തെ ചുറ്റുപാടുകളുമൊക്കെ നിന്നെപ്പോലെ ചന്തമുള്ളൊരു പെണ്ണിന് പല ധർമ്മസങ്കടങ്ങളും വരുത്തി വയ്ക്കുമെന്ന് ഞാൻ പണ്ടേ ഭയന്നിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല തുളസി. ഞാനും കൂടി ജോലിക്ക് പോയാൽ ആ ശമ്പളവും കൂടി വീട്ടു ചിലവുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നോർത്തു. സാരമില്ല, ഇതല്ലെങ്കിൽ വേറൊരു ജോലി, നീ സമാധാനമായിരിക്കെ. ചുമലിൽ കൈ ചേർത്തുകൊണ്ട് തുളസി സമാശ്വസിപ്പിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറക്കമായിട്ടും ഉമയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മനസ്സിനെ വല്ലാതെ കുഴക്കി. ചിന്തകൾ പല വഴിയിലൂടെയും സഞ്ചരിച്ച് അവസാനം ചെന്നെത്തിയത് വിഷുമെന്ന ബിന്ദുവിലാണ്. വിഷുമിപ്പോൾ 2ാം മധുവിധു ആഘോഷിക്കുകയായിരിക്കണം. കുറേ നാൾ മുൻപ് തുളസിയുടെ സഹപ്രവർത്തകനായ രാജേന്ദ്രൻ പറഞ്ഞത്
ഹേമാംബികയുമായുള്ള വിശ്വത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്നാണല്ലോ. അതിനുശേഷമാണ് വെങ്കടേഷ് വിശ്വത്തിനെ നേരിൽ കണ്ടത്. വെറുതെ ആ വഴി പോയപ്പോൾ ഒന്ന് കയറി എന്നാണ് വെങ്കടേഷ് പറഞ്ഞതെങ്കിലും അത് മുഴുവൻ വാസ്തവമല്ലെന്ന് ഊഹിക്കാൻ വിഷമമുണ്ടായില്ല. തൻ്റെ അനാഥത്വം വെങ്കടേഷിൽ സഹതാപമുണർത്തിയിരിക്കാം. ഏതായാലും വെങ്കടേഷിൻ്റെ ഉപദേശം ചെവിക്കൊള്ളാൻ വിശ്വം തയ്യാറായില്ല. വിവാഹ തീയതി പോലും ഉറപ്പിച്ചെന്നും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്നും വിശ്വം തറപ്പിച്ചു പറഞ്ഞത്രേ. വെങ്കടേഷിൽ നിന്നും ഈ വിവരം അറിഞ്ഞ തുളസി പൊട്ടിത്തെറിച്ചു. ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. ശരിക്കൊരു പാഠം പഠിപ്പിക്കും. എന്താ നിന്റെ ഉദ്ദേശം? ഉമ്മ ചോദിച്ചു. ആ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കോടതി വഴി സ്റ്റേ വാങ്ങും. ഒരു കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് അതിൻ്റെ മുഖം പോലും ഒരു നോക്ക് കാണാതെ മണവാളൻ ചമയുന്നു. വിശ്വത്തിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല എന്ന് നിനക്കറിയാലോ. പിന്നെന്തിനാ അതൊക്കെ? നിന്നെ ഈ സ്ഥിതിയിലാക്കിയിട്ട്. അവളുടെ സ്വരമിടറി. കേസിന് മറ്റുമായി നമ്മൾ വെറുതെ സമയം മെനക്കെടുത്തുന്നത് എന്തിനാ തുളസി? മരവിച്ച മനസ്സോടെ ഉമ്മ പറഞ്ഞു. തുളസിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ആഗ്രഹം. കഴിയുന്നതും വേഗം ഒരു ജോലി കിട്ടിയെങ്കിൽ. അരികിൽ കിടക്കുന്ന കുഞ്ഞ് ഉറക്കത്തിൽ പെട്ടെന്ന് ഒന്നനങ്ങി. നനുത്തൊരു തേങ്ങൽ. അടുത്ത നിമിഷം കുടുകുടെയുള്ള ചിരി. ആ കൊച്ചരി പല്ലുകൾ മങ്ങിയ വെളിച്ചത്തിൽ വെള്ളമുത്തുകൾ പോലെ. ആ മൃദുമേനിയെ മാറോടടക്കി പിടിച്ച് കിടന്നപ്പോൾ അനാഥത്വത്തിൻ്റെ വേദന അലിഞ്ഞില്ലാവുന്നതുപോലെ തോന്നി ഉമ്മയ്ക്ക്. അധ്യായം 30. കട്ടിലിൽ കിടക്കുന്ന ആ ദുർബല ശരീരത്തിലേക്ക് നോട്ടമൂന്നിയപ്പോൾ ഉമ്മ ഒരു നടുക്കത്തിൻ്റെ പിടിയിലമരുകയായിരുന്നു. എല്ലും തോലും മാത്രമായ ആ രൂപം തൻ്റെ അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത്. ഉറങ്ങുകയാണോ? രക്തമാകെ വാർന്നു പോയതുപോലെ വിളർത്ത മുഖത്ത് അലൗകികമായ ശാന്തത. കട്ടിലിനരികിലെ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന കുപ്പിയിൽ നിന്ന് ഇളം മഞ്ഞ ദ്രാവകം സിരകളിലേക്ക് ഒഴുകുന്നു. അമ്മയെ വിളിച്ചുണർത്തി അറിയിക്കാൻ തിടുക്കം തോന്നി. അമ്മേ, ഞാൻ വന്നു. അമ്മയുടെ മകൾ ഉമ്മ. പിന്നെ മടിച്ചു. ഉണർത്തണ്ട, സുഖമായി ഉറങ്ങട്ടെ. അമ്മയുടെ അസുഖം എത്രയും വേഗം ഭേദമായാൽ മതി. ചേച്ചിയുടെ കത്ത് കിട്ടിയപ്പോഴാണ് അമ്മ ആശുപത്രിയിലാണെന്ന് അറിയുന്നത്. തുളസിയുടെ ബാങ്ക് അഡ്രസ്സിലേക്കാണ് കത്ത് വന്നത്. തുളസിയുടെ അഡ്രസ്സ് ചേച്ചിക്ക് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ചിട്ട് ഒരു ഊഹവും കിട്ടിയില്ല. അപ്പോഴാണ് അതുവരെ മറച്ചു വെച്ച ഒരു സത്യം തുളസി അറിയിക്കുന്നത്. മകൾ ജനിച്ച വിവരത്തിന് തുളസി വീട്ടിലേക്കൊരു കത്തിട്ടിരുന്നു അത്രേ. അതിലവളുടെ അഡ്രസ്സും എഴുതിയിരുന്നു. ഉമ്മയുടെ വീട്ടിൽ വിവരം അറിയിക്കേണ്ടത് കടമയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനങ്ങനെ അന്നൊരു കത്തെഴുതിയത്. അതിനൊരു മറുപടി കത്ത് പോലും കിട്ടാതിരുന്നപ്പോൾ വീട്ടുകാരുടെ നിസ്സംഗതി ഓർത്ത് നിന്റെ മനസ്സ് കൂടുതൽ വേദനിക്കുമല്ലോ എന്ന് കരുതി അക്കാര്യം ഞാൻ മറച്ചു വെച്ചതാണ്. തുളസിയുടെ സ്വരത്തിൽ കുറ്റബോധം തുളുമ്പി നിന്നു. അവളോട് ആത്മാർത്ഥമായ നന്ദിയാണ് തോന്നിയത്. അല്ലെങ്കിൽ അമ്മയുടെ രോഗവിവരം താൻ അറിയുമായിരുന്നില്ലല്ലോ. കത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മേ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. മരിക്കും മുമ്പ് എനിക്ക് ഉമ്മയെ കാണണം എന്ന് പറഞ്ഞ അമ്മ എപ്പോഴും സങ്കടപ്പെടും. ഈ കത്ത് കിട്ടിയാലുടനെ നീ വരണം. അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പോളക്കവലയിലെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലാണ്. കത്ത് ചുരുക്കുന്നു. ശേഷം നേരിൽ. സസ്നേഹം ചേച്ചി. ഉമ്മയുടെ മ്ലാനമായ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് തുളസി ചോദിച്ചു, എന്താ കത്തിൽ? അമ്മയ്ക്ക് തീരെ സുഖമില്ല. എനിക്കുടനെ പോകണം. ഞാനും വരാം നിൻ്റെ കൂടെ. അത് വേണ്ട, അനീഷ് നിന്നെ തിരക്കും. നിന്നെ കണ്ടില്ലെങ്കിൽ കരച്ചിലാവും. എനിക്ക് 1-2 ദിവസം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നേക്കും. തുളസിയുടെ മകൻ അനീഷിന് 1 വയസ്സ് തികഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തുളസി അരികിൽ വേണമെന്ന് നിർബന്ധമാണ് അവന്. അതിരാവിലെ വന്ദനയോടൊപ്പം ഉമ്മ ഹോസ്പിറ്റലിലെത്തി. ബെഡിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് അമ്മയുടെ ശിരസിൽ മൃദുവായി തഴുകിക്കൊണ്ട് മന്ത്രിച്ചു. അമ്മേ. അമ്മയ്ക്ക് ബോധമില്ല ഉമ്മേ. 2 ദിവസമായി ബോധമില്ലാതായിട്ട്. ചേച്ചിയുടെ സ്വരം. ചേച്ചി എപ്പോഴാണ് വന്നത്? ഉമ്മ ചെല്ലുമ്പോൾ മുറിയിലുണ്ടായിരുന്നത് അച്ഛനാണ്. കണ്ടിയുടനെ പരിചയം പോലും ഭാവിക്കാതെ അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ചേച്ചി പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങാൻ പോയതാ. ഇവിടുത്തെ ഡിസ്പെൻസറിയിൽ നിന്ന് തന്നെ കിട്ടി. കയ്യിലെ പൊതി മേശപ്പുറത്ത് വെച്ചിട്ട് ചേച്ചി മോളെ എടുത്ത് മാറോടടക്കി പിടിച്ചു. എത്ര കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ചേച്ചിയുടെ കണ്ണുകൾ ഈറനാകുന്നത് കണ്ടപ്പോൾ മനസ്സ് തേങ്ങിപ്പോയി. അമ്മയ്ക്ക് എന്തു പറ്റി ചേച്ചി? കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്ക് പനിയും ശ്വാസമുട്ടലും ഉണ്ടായി. 1-2 തവണ ഛർദ്ദിക്കുകയും ചെയ്തു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉടനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് ബോധം മറയുന്നത് തൊട്ട് മുൻപ് കൂടി അന്വേഷിച്ചത് നിന്നെയാണ്.
നിനക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ കത്തെഴുതിയത് തന്നെ അച്ഛൻ അറിയാതെയാണ്. ചേച്ചിയുടെ സ്വരം അല്പം കൂടി മൃദുവായി. പണ്ട് മുതലേ ചേച്ചി അങ്ങനെയായിരുന്നല്ലോ. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും ചേച്ചിക്ക് ഭയമാണ്. ശബ്ദമുയർത്തി ആരോടെങ്കിലും ചേച്ചി ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പാവം, ചേച്ചിയുടെ കണ്ണുകൾ തന്നെ അടിമുടി ഒഴിയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ തൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചേച്ചി ചോദിച്ചു, നിനക്ക് സുഖമല്ലേ മോളെ? ചേച്ചിയുടെ കണ്ണുകളിൽ ആർദ്രത, വാത്സല്യം. പഠിച്ച ഉദ്യോഗസ്ഥയായപ്പോൾ നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്നും മോൾ വഴുതി ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അപരിചിതമായ അന്തരീക്ഷം അവളെ അടിമുടി വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ അത്ര കൊച്ചു കുഞ്ഞൊന്നുമല്ലോ, ചേച്ചി അവളെ നിലത്തിറക്കിക്കോളൂ. അതെയോ മോളെ? മോള് വലിയ കുട്ടിയാണോ? ചേച്ചി അവളെ പൂർവാധികം ചേർത്ത് പിടിച്ച് കവിളത്തൊരുമ്മ നൽകി. മോളുടെ പേരെന്താ? ചേച്ചി ചോദിച്ചു. വന്ദന. ചേച്ചി മക്കളെ കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല, എന്നെ തന്നെ അയച്ചത് ശിവേട്ടൻ്റെ കാല് പിടിച്ചിട്ടാണ്. അതും 2 ദിവസത്തേക്കെന്നും പറഞ്ഞ് വിട്ടിരിക്കുന്നത്. പണ്ടത്തേക്കാൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് ചേച്ചി. ജീവിതഭാരം ചുമന്ന് തളർന്നിട്ടെന്ന പോലെ ചുമലുകൾക്ക് കൂന് ബാധിച്ചിരിക്കുന്നു. മതിയായുമേ, എത്രയും വേഗം ദൈവം അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ. ചേച്ചി അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ തീവ്രത ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ചേച്ചിയുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും യാതൊരു ആശ്വാസവുമില്ലെന്ന് മനസ്സിലായി. നീ ഏതോ പീഡിക മുറിയിലാ താമസമെന്നൊക്കെ ഇവിടുത്തെ സംസാരം. അച്ഛനോട് ആരോ പറഞ്ഞിരുന്നതാണത്രേ. ശരിയാണോ? തുളസിയുടെ വിവാഹം കഴിയുന്നതുവരെ അവളുടെ കൂടെയായിരുന്നു. ആകെ 2 കിടപ്പ് മുറികളെ അവിടെ ക്വാർട്ടേഴ്സിലുള്ളൂ. അവൾക്ക് അസൗകര്യമുണ്ടാക്കേണ്ടെന്ന് കരുതി പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ അവിടേക്ക് മാറി. ആരാ തുളസിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്? വെങ്കടേഷ്. അയാൾക്കും ബാങ്കിലാ ജോലി? അല്ല, തുണിക്കട നടത്തുന്നു. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആവശ്യക്കാർക്ക് അപേക്ഷകളും മറ്റും ടൈപ്പ് ചെയ്തു കൊടുക്കും. എന്നിട്ടാണോ നാണം കെട്ട ജോലിയെന്നൊക്കെ അച്ഛൻ പറഞ്ഞത്? അബദ്ധമായെന്ന മട്ടിൽ ചേച്ചി പെട്ടെന്ന് നിർത്തി. അടുത്ത നിമിഷം ആശ്വസിച്ചു. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടാട്ടോ. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ചുമതലയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് വിശദീകരിച്ചു. ചില ദിവസം സന്ധ്യയ്ക്ക് കടയിൽ ആളുകൾ വന്നെന്ന് വരും. കടയുടെ മുകളിലെ നിലയിൽ ഒരു ചെറിയ ഫ്ലാറ്റ് കിട്ടിയപ്പോൾ അങ്ങോട്ട് താമസം മാറ്റി. കടയിലിരിക്കാനും സഹായിക്കാനുമൊക്കെ ശ്യാമള എന്നൊരു കുട്ടിയുമുണ്ട്. അവിടെ താമസിക്കുന്നതുകൊണ്ട് സായാഹ്ന ക്ലാസ്സിൽ പഠിക്കാനും സൗകര്യമായി. നീ പഠിക്കുന്നുണ്ടോ? ചേച്ചിയുടെ മുഖത്ത് മതിപ്പ് പ്രകടമായി. ഉവ്, എനിക്കും അമ്മയ്ക്കും ഇല്ലാത്ത ഒന്ന് നിനക്കുണ്ട്, ആത്മധൈര്യം. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇപ്പോഴും തറവാട് അന്യമാകാത്തത് നിന്റെ സന്മനസ്സുകൊണ്ടാണെന്ന്. സൂക്കേടിൻ്റെ വിവരമറിഞ്ഞ് ഞാനെത്തിയപ്പോൾ അമ്മ ആദ്യം പറഞ്ഞതെന്താണെന്നോ? എനിക്കെൻ്റെ ഉമ്മയെ കാണണം, അവളോട് മാപ്പ് പറയണമെന്ന്. അതും പറഞ്ഞ് അമ്മ കുറേ കരഞ്ഞു. കട്ടിലിൽ നിന്ന് ചെറിയൊരു ഞരക്കം കേട്ടു. ശ്വാസം കഴിക്കാൻ അമ്മ കൂടുതൽ ആയാസപ്പെടുന്നത് പോലെ. തൻ്റെ മുഖം ഉത്കണ്ഠാകുലമാകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു, ഇടയ്ക്കിങ്ങനെ ശ്വാസം മുട്ടും. ഓക്സിജൻ കൊടുത്താൽ കുറച്ച് ആശ്വാസമാണ്. ഞാൻ പോയി നേഴ്സിനോട് വിവരം പറഞ്ഞിട്ട് വരാം. അച്ഛൻ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യാം. പിന്നെ നിനക്കെന്താ വേണ്ടത്? കാപ്പിയോ ചായയോ? എന്ത് വേണമെങ്കിലും ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. രാവിലെ മുതൽ ഒന്നും കഴിച്ചതല്ല. പക്ഷേ അമ്മയുടെ ദയനീയ സ്ഥിതി കണ്ടപ്പോൾ വിശപ്പോടി ഒളിച്ചിരിക്കുകയാണ്. ഒന്നും വേണ്ട ചേച്ചി. മോൾക്കെന്താ വലിയമ്മ കൊണ്ടുവരേണ്ടത്? മോൾക്ക് വിശപ്പില്ലേ? ഉവെന്ന് മോള് തലയാട്ടി. അവൾ വലിയമ്മയുമായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുറിയിൽ തനിച്ചായപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഹൃദയം വല്ലാതെ മിടിച്ചു. അമ്മയുടെ നെഞ്ച് വിമ്മിട്ടത്തോടെ ഉയർന്നമരുന്നു. മോളെയും കൊണ്ട് കട്ടിലിനരികിൽ തന്നെ നിന്നു. ഇതാരാണെന്നറിയോ മോൾക്ക്? ആരാ? ഇത് മോളുടെ അമ്മൂമ്മയാണ്. അല്ല, എൻ്റെ അമ്മൂമ്മ തുളസിയുടെ ആൻറ്റിയുടെ വീട്ടിലാ, അവൾ നിഷേധ സ്വരത്തിൽ പറഞ്ഞു. തുളസിയുടെ അമ്മയെയാണ് വന്ദന അമ്മൂമ്മയെന്ന് വിളിച്ച് ശീലിപ്പിച്ചിട്ടുള്ളത്. ഇത് വേറെ അമ്മൂമ്മ. എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖം ഒട്ടും പ്രസന്നമായില്ല. മുഷിച്ചിലോടെ അവൾ പറഞ്ഞു, വാ അമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ചേച്ചി മടങ്ങിയെത്തി. കയ്യിലെ പൊതി മോളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, പഴം പൊരിച്ചതാ, മോള് തിന്നോളൂ. പിറകെ അച്ഛനെത്തി. മുഖത്തപ്പോഴും വെറുപ്പിൻ്റെ കരിമേഘങ്ങൾ. അമ്മയുടെ കട്ടിനരികിൽ ചെന്ന് ഏതാനും നിമിഷം നിന്നിട്ട് അച്ഛൻ വീണ്ടും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. നിന്നെ കാണുമ്പോൾ ബഹളം വയ്ക്കുകയോ
എന്നായിരുന്നു എൻ്റെ ഭയം. അച്ഛൻ മിണ്ടാണ്ടിറങ്ങിപ്പോയത് ഭാഗ്യം. ചേച്ചിയുടെ സ്വരത്തിൽ ആശ്വാസം. തൻ്റെ മുഖത്തെ വല്ലായ്മ ശ്രദ്ധിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അമ്മയെ ഉപേക്ഷിച്ച് പോകരുത്. ബോധം വന്നാൽ അമ്മ അത് നിന്നെ അന്വേഷിക്കും. അത് തീർച്ചയാണ്. ഒരുപക്ഷെ അമ്മ എന്താ ചേച്ചി? വളരെ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചേച്ചി കണ്ണീരൊപ്പി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ദുഃഖമടക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം തിരിച്ചു നിന്നു. തൻ്റെ മുഖത്തെ ഭാവഭേദങ്ങൾ മോളെ വിഷമിപ്പിച്ചാലോ എന്നായിരുന്നു ആശങ്ക. നേഴ്സിനോടൊപ്പം ഡോക്ടറും പിറകെ അച്ഛനുമായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശം നൽകി, ഇവരെ ഉടനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റിക്കോളൂ. ഡോക്ടർ പോയ ഉടനെ അച്ഛൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു, അസുഖം കൂടുതലാണെങ്കിൽ ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞ കൃഷ്ണേട്ടൻ രാവിലെ ഓഫീസിലേക്ക് പോയത്. നള്ളിയടത്ത് വീട്ടിലുണ്ടോ? ഉണ്ട്, മോളിപ്പോൾ 3ാം ക്ലാസ്സിലാ. ഉമ്മയോർത്തു, കുറച്ചു കഴിഞ്ഞാൽ കൃഷ്ണേട്ടനും എത്തുമായിരിക്കും. വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് പോകാതെ അനുസരണക്കേട് കാണിച്ചതിൻ്റെ നീരസം ആറ് തണുത്തിട്ടുണ്ടാകുമോ? എന്തൊക്കെ അപമാനം സഹിക്കേണ്ടി വന്നാലും എല്ലാം നിശബ്ദമായി സഹിക്കാൻ തന്നെ തീരുമാനിച്ചു. രോഗാഗ്രസ്തയായ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണിപ്പോൾ തൻ്റെ കടമ. അമ്മ തൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു. ബോധാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടിയാൽ ഉടനെ തന്നെ കാണണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു എന്ന് വരാം. അമ്മ അപകടനില തരണം ചെയ്ത് കഴിയുന്നതുവരെ ഹോസ്പിറ്റലിൽ തന്നെ കഴിയാൻ ഉമ്മ തീരുമാനിച്ചു. അടുത്ത അധ്യായം നാളെ.